നമസ്കാരം. വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് വളരെ വലിയ ആവേശത്തിലാണ്. വയനാട്ടിൽ ഉണ്ടായിരിക്കുന്ന വിജയം, വൻ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ പാലക്കാട്ടെ വിജയം പ്രതീക്ഷിക്കാത്തതിനൊക്കെ അപ്പുറത്തുള്ള ഒരു ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഏറെ അഭിമാനം തോന്നിക്കുന്ന ഒരു നിമിഷമാണത്. ചേലക്കരയിലെ പരാജയം ഉണ്ടായി എങ്കിൽ തന്നെ 27,000 വോട്ടുകൾ CPM വോട്ടുകൾ കുറച്ചുകൊണ്ട് വരുവാനും രമ്യ ഹരിദാസിന് സാധിച്ചു. ശരിക്ക് ചേലക്കരയിൽ കുറച്ചുകൂടി കോൺഗ്രസ് ചിട്ടയായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആയിരുന്നു എങ്കിൽ തന്നെയും ചില കോൺഗ്രസ് വോട്ടുകൾ ചോർന്നിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അതവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസ് വളരെ വലിയൊരു ആവേശത്തിലാണ് കേരളത്തിൽ. 1.5 വർഷത്തിന് ശേഷം കോൺഗ്രസ് അല്ലെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF അധികാരത്തിലെത്തും എന്ന് UDF നേതാക്കന്മാരും അണികളും ഉറച്ച് വിശ്വസിക്കുന്ന സാഹചര്യമാണ്. പല LDFൻ്റെ ഘടകകക്ഷികളും UDFിലേക്ക് ചേക്കേറാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒരു വശത്തുണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് ഈ UDFന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അത് ശക്തമാകേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ശക്തിപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് KPCCയുടെ പുനഃസംഘടന ഉടനെ തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ സന്ദീപ് വാര്യരെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ചില ആളുകളൊക്കെ BJPയിൽ നിന്ന് കോൺഗ്രസിനകത്തേക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KPCC നേതൃത്വത്തിൽ തന്നെ പ്രവർത്തന രഹിതരായിട്ട് നിൽക്കുന്ന ചില ഭാരവാഹികളുണ്ട്. ഇവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സമ്പൂർണമായിട്ടും പ്രവർത്തന സജ്ജമാകുന്ന ഒരു KPCCയെ ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് KPCC കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു KPCCയുടെ പുനഃസംഘടന ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും എന്നും അത് വളരെ ചിട്ടയായ രീതിയിൽ, അതായത് VD സതീശൻ്റെ ഒരു പ്രൊഫഷണൽ മാനേജ്മെൻ്റ് രീതിയിൽ തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ചിട്ടയായിട്ട് മുമ്പോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് കോൺഗ്രസിൻ്റെ പുനഃസംഘടനയെക്കുറിച്ച് പറയാനുള്ളത്? നമ്മൾ നേരത്തെ തന്നെ പലതവണ സംസാരിച്ചൊരു വിഷയമാണ് KPCC പുനഃസംഘടന യഥാർത്ഥത്തിൽ വളരെ അത്യാവശ്യമാണ് എന്നുള്ളത്. കാരണം കേരളത്തിൽ ഇപ്പം കോൺഗ്രസ്സിന് വലിയ തരത്തിൽ അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ, കാരണം കഴിഞ്ഞ 8.5 വർഷക്കാലമായിട്ട് അധികാരത്തിലില്ലാത്ത പാർട്ടിയാണ്, അല്ലെങ്കിൽ അധികാരത്തിലില്ലാത്ത മുന്നണിയാണ് UDF. ഈ UDF കുറച്ചും കൂടി ശക്തിപ്പെടണമെങ്കിൽ കോൺഗ്രസ് ശക്തിപ്പെട്ടാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, KPCC പ്രസിഡന്റ് K. സുധാകരൻ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങളും മാത്രമല്ല ചടുലമായ പ്രവർത്തനങ്ങളൊന്നും കാഴ്ചവെക്കാൻ പറ്റാതെ, അപ്പോൾ അദ്ദേഹം പുലിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഇദ്ദേഹം ഇപ്പോൾ ഏതാണ്ടൊക്കെ പല്ല് കൊഴിഞ്ഞ ഒരു പുലിയാണ് എന്നുള്ളത് പറയാം. ഇപ്പോൾ കണ്ണൂരിലൊക്കെ ആദ്യകാലത്തൊക്കെ അദ്ദേഹം വലിയ പോരാളിയൊക്കെ ആയിരുന്നു, കണ്ണൂരിൽ വലിയ ആവേശമൊക്കെ ഉണ്ടാക്കിയ പാർട്ടിയാണ്. പക്ഷേ ഒരു സ്റ്റേറ്റ് ലെവലിൽ അദ്ദേഹത്തിന് ഒരു സ്വീകാര്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം പ്രസിഡന്റായി വരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് സ്വീകാര്യത ഉണ്ടായിരുന്നില്ല നമ്മൾ കാണണം. ഇപ്പം പിണറായി വിജയന് കൃത്യമായി മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരു നേതാവ് എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ ആകമാനം ഒറ്റക്കെട്ടായി കൊണ്ടുപോകാനോ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിക്കാനോ എന്നുള്ള ഒരു കെൽപ്പുള്ള ഒരു നേതാവല്ല ഇപ്പോൾ ഈ K. സുധാകരൻ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ KPCC പുനഃസംഘടന വളരെ അനിവാര്യമാണ്. മാത്രമല്ല, ഇതിന് ഒരു പ്രതീക്ഷിക്കുന്ന ഒരു ചടുലതയുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി സ്വീകാര്യതയുള്ള ഒരു നേതാവിനെ KPCC പ്രസിഡന്റായി കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. ഇപ്പം എക്കാലത്തും ഒരു പ്രായമുള്ള ആളുകൾ തന്നെ KPCC പ്രസിഡന്റായി വരണം എന്നൊക്കെ ശടിക്കുന്ന തെറ്റാണ്. ഇപ്പോൾ പണ്ടൊക്കെ നമുക്കറിയാം, ഈ വലിയ ഇപ്പോൾ AK ആന്റണിയൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ KPCC ഭാരവാഹിയും മുഖ്യമന്ത്രിയൊക്കെ ആയ ആളാണ്. വയലാർ രവിയോ അതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ വലിയ നേതാവായാണ്. അത്തരത്തിലുള്ള ഒരു നേതൃത്വത്തിലേക്ക് KPCC ഭാരവാഹിത്വം കൈമാറുകയാണെങ്കിൽ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നു എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. പാലക്കാട് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയായി വരികയും അവിടെ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ വലിയ ഒരു യുവസംഘം അവിടെ സംഘടിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ചിരുന്നത്. ഇപ്പം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന VD സതീശൻ അവിടെ കൃത്യമായി പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ പ്രവർത്തനത്തിനൊക്കെ ചുക്കാൻ പിടിച്ചത് നമുക്കറിയാം VD സതീശൻ തന്നെയാണെങ്കിൽ പോലും ഈ യുവമുഖം വരുന്ന സമയത്ത് കുറച്ചും കൂടി ആളുകൾക്ക് പ്രതീക്ഷയുണ്ടാവുന്നു, അവരോട് താല്പര്യം ഉണ്ടാവുന്നു. ഈ പലതരത്തിൽ ആരോപണ വിധേയരായ ആളുകളും അല്ലെങ്കിൽ പലതരത്തിൽ അഭിപ്രായ ഭിന്നതയൊക്കെ പ്രകടിപ്പിക്കുന്ന ആളുകളെക്കാൾ നല്ലത് കുറച്ചും കൂടി സ്വീകാര്യത ഉണ്ടാവുക യുവമുഖങ്ങൾക്കായിരിക്കും എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് അറിയാം, ഇപ്പോൾ ഈ മാത്യു കുഴൽനാടനെ പോലെയുള്ള, റോജിയൻ ജോണിനെ പോലെയുള്ള, അതുപോലെ ഒരു പറ്റം ആളുകൾ, ഏറ്റവും നേതാക്കന്മാർ, വലിയ പ്രതീക്ഷ നൽകുന്ന വളരെ അഭ്യസ്തവിദ്യരായ നല്ല രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ഒരുപാട് നേതാക്കന്മാർ ഇപ്പോൾ കോൺഗ്രസിലുണ്ട് എന്നുള്ളത് കോൺഗ്രസിന് വലിയ പ്രതീക്ഷയാണ്. അതുകൊണ്ട്
UDF-ന് അധികാരത്തിലേക്ക് വരാൻ മാത്രമല്ല ജനങ്ങളുടെ ഇടയിൽ കുറച്ചും കൂടി പ്രതീക്ഷ നൽകുന്ന നേതാക്കന്മാരെ ഈ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും അവർ ചടുലമായ പ്രവർത്തനം കാഴ്ചവെക്കുകയും നല്ല വികസന കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടായാൽ വരുംകാല കേരളത്തെ കുറച്ചും കൂടി വലിയ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന നേതൃത്വമുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ നൽകാൻ ജനങ്ങൾക്ക് കഴിയണം. എങ്കിൽ മാത്രമേ കൃത്യമായി കോൺഗ്രസിന് അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. ഇപ്പം CPM-ന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? CPM-ന് യഥാർത്ഥത്തിൽ ഒന്നാം കിട നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. ഇപ്പം പിണറായി വിജയൻ അല്ലാത്ത ഒരു നേതാവിനെ CPM-ന് ഉയർത്തി കാണിക്കാൻ പറ്റുന്നില്ല. അതേസമയം കോൺഗ്രസിലാണെങ്കിൽ CPM തന്നെ ആരോപിക്കുന്നത് പോലെ നിരവധിയായ സ്ഥാനാർത്ഥികൾ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് കോൺഗ്രസിന് നേട്ടമായിട്ടാണ് കാണേണ്ടത്. കോൺഗ്രസിന് കുറെ ആൾക്കാരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കാനുണ്ട് എന്നുള്ളത്. അപ്പൊ അത് പ്രതിപക്ഷം പോലും അംഗീകരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് കോൺഗ്രസിന് യഥാർത്ഥത്തിൽ അത്തരം പുനഃസംഘടനയിലേക്ക് പോയി? ഇപ്പം നമുക്കറിയാം 1.25 വർഷം മാത്രമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് മുന്നിലുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇനി യഥാർത്ഥത്തിൽ 9 മാസം മാത്രമേ ഉള്ളൂ. അപ്പൊ കോൺഗ്രസിനോട് പറയാനുള്ള ഇനിയും വൈകി കഴിഞ്ഞാൽ കോൺഗ്രസിന് വലിയ രീതിയിൽ പണി കിട്ടുമെന്നുള്ളത് നമ്മളിപ്പോൾ ഇതിൽ കാണേണ്ടത്. നമുക്കറിയാം എങ്ങനെയാണ് ഈ ഭരണം പോയത്. 2 തവണ 2 ടേമിലും ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം വളരെ വീക്കായിരുന്നുള്ളതാണ്. ഇപ്പൊ സുധീരന്റെ കാലത്ത് വീക്കായിരുന്നു. അതിനുശേഷം സുധീരനിൽ നിന്നും കൈമാറി ആരുടെ കയ്യിലേക്കാണ് പോകുന്നത്? മുല്ലപ്പള്ളി രാമചന്ദ്രനിലേക്കാണ് പോയത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിന്ന് ആരിലേക്കാണ് പോകുന്നത്? കെ സുധാകരനിലേക്കാണ്. യഥാർത്ഥത്തിൽ ഈ 3 പേരും വളരെ വീക്കായിരുന്നു. നമ്മളിൽ കാണുന്നത് കെ സുധാകരൻ വന്നപ്പോഴത്തേക്ക് കോൺഗ്രസിനകത്ത് വളരെ ഒരു പുത്തൻ ഉണർവുണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ സെമി കേഡറിനെ നമുക്ക് എടുക്കാം. ഈ അദ്ദേഹം ചാർജ് എടുത്തിട്ട് കൊച്ചിയിൽ നടത്തിയ KPCC ഭവനിൽ നടത്തിയ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ കെ സുധാകരൻ എന്താ പറഞ്ഞത്? കോൺഗ്രസിനെ വളരെ ഗ്രൂപ്പിസൈനിയില്ല, ഗ്രൂപ്പ് സമവാക്യങ്ങളൊന്നുമില്ല എന്നും ഇതിനെ ഒരു സെമി കേഡർ സിസ്റ്റത്തിലേക്ക് വളർത്തിയെടുക്കുമെന്നും ബൂത്ത് തലത്തം തൊട്ട് കോൺഗ്രസിനെ പുനരുജ്ജീവിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും. 3.5 വർഷമായിട്ട് എന്താ നടത്തിയത്? കെ സുധാകരൻ ഒന്നും കഴിഞ്ഞിട്ടില്ല നമ്മൾ കാണേണ്ടി. ഇപ്പോഴും കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടുകൂടി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിനോട് ഒരു വികാരമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ കോൺഗ്രസിന്റെ പ്രവർത്തനം കൊണ്ടല്ല നമ്മൾ കാണേണ്ടത്. നിരവധിയായ വിഷയങ്ങൾ ഈ സർക്കാരിനെതിരെ ഉയർന്നു വന്നു. ഇതൊന്നും യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് ആ രീതിയിൽ എത്തിക്കാൻ വേണ്ടി KPCC നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ കാണണം. ഇപ്പൊ നിയമസഭയ്ക്കുള്ളിൽ മാത്യു കുഴൽനാടൻ ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് VD സതീശനൊക്കെ വലിയ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ ഉന്നയിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ഈ വലിയ കരിമണൽ മാസപ്പടി കേസൊക്കെ വലിയ രീതിയിൽ ഉന്നയിക്കപ്പെട്ടു. എങ്കിൽ പോലും ഇതൊന്നും യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ വിഷയമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഒരു സമരം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് നമ്മൾ കണ്ട ഏതാണ്? കേരളയിൽ സംഭവം മാത്രമാണ് നമ്മൾ കാണേണ്ടത്. പിന്നെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നവകേരള യാത്രക്കെതിരെ നടത്തിയ വലിയൊരു പ്രക്ഷോഭമാണ് പിന്നീട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞ 2 സമരങ്ങൾ. അത് യൂത്ത് കോൺഗ്രസ് നടത്തിയത്. KPCC കയ്യിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല CPM അവരുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. നമുക്കറിയാം അവർ എല്ലാ സ്ഥലത്തും തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതയും പ്രശ്നങ്ങളും നിലനിൽക്കുന്നു. കേരളത്തിലെ CPM യഥാർത്ഥത്തിൽ തകർച്ചയുടെ വലിയ പടവുകൾ താണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കോൺഗ്രസ് നേതൃത്വത്തെ ശക്തിപ്പെടുത്തേണ്ടത് കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് അനിവാര്യമാണെന്ന് മാത്രമല്ല അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും കൂടിയാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയ എതിരാളികൾ പോലും കോൺഗ്രസ് ഒന്ന് ശക്തിപ്പെട്ടിരുന്നെങ്കിലെന്നും കോൺഗ്രസ് ഈ അവസരത്തിൽ കുറച്ചും കൂടി പക്വമായ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് വന്നിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ജനത നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് KPCC പുനഃസംഘടന എന്ന് പറയുന്നത് ഇനി ഗ്രൂപ്പ് അടിസ്ഥാനത്തിലോ വീതം വെപ്പോ ഒന്നും ആവാതെ നല്ല ചടുലതയോടുകൂടി പ്രവർത്തിക്കാൻ പറ്റുന്ന നല്ല രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള വികസന കാഴ്ചപ്പാടുള്ള ഈ എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കൃത്യമായ ഒരു വ്യൂയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു നേതാവിനെ. ഇതൊക്കെ പറയുമ്പോഴും ഈ കേരളത്തെ സംബന്ധിച്ചിട്ട് ജാതിയില്ല മതമില്ല എന്നൊക്കെ പറയാൻ സാധിക്കുമെങ്കിൽ ഈ ജാതി മത സമുദായ സമവാക്യങ്ങളൊക്കെ നോക്കാതെ ഈ ഒരു കോൺഗ്രസിനാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണെങ്കിലും മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ന്യൂനപക്ഷ മതവിഭാഗത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ആരോപണമാണ് KPCCയുടെ നേതൃത്വത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ എത്തുന്നില്ല എന്നുള്ളത്. ഒരു പക്ഷേ ഷാഫി പറമ്പിലോ റോജി M ജോണിനെ പോലെ ഒക്കെ ഉള്ള മാത്യു കുഴൽനാടനെ പോലെ അങ്ങനെയുള്ള നേതാക്കന്മാരെ ഒക്കെ പരിഗണിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ
കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു, KSUവിന്റെ പ്രസിഡന്റായിരുന്നു. അതോടൊപ്പം തന്നെ വളരെ ചടുലതയോടുകൂടി രാഷ്ട്രീയ വിഷയങ്ങൾ എടുക്കുന്നതിനും സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ഒക്കെ ശേഷിയുള്ള നേതാവാണ്. ഈ റോജി എം ജോണും സമാനമായ രീതിയിലുള്ള ആളാണ്. മാർട്ടി കുഴൽനാടൻ, എന്തിനേറെ പറയുന്നത് നമ്മുടെ ഹൈബി ഈഡനെ വരെ ഒരുപക്ഷെ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഗണത്തിൽപ്പെട്ടതാണ്. അപ്പോൾ KPCCക്ക് ഒരു ചെറുപ്പക്കാരനായ ഒരു പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ തീർച്ചയായിട്ടും ഈ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ, അത് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കാലഘട്ടത്തിൻ്റെ ജനറേഷൻ മാറ്റത്തിൻ്റെ സമയം കൂടിയാണ്. അത് പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മൾക്ക് പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ആശയങ്ങൾ പൊതുസമൂഹത്തിൽ നടത്താനും പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള സമര പരിപാടികൾ ആവിഷ്കരിക്കാനും ഒക്കെ അറിയാവുന്ന അല്ലെങ്കിൽ അതിന് തയ്യാറുള്ള ഒരാളാണ് ആ നേതൃത്വത്തിലേക്ക് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന വി ഡി സതീശൻ്റെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റമുണ്ട്. അതൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാനും സാധിക്കുന്ന വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ KPCCയുടെ തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ അതിന് ദേശീയ നേതൃത്വം തയ്യാറാകുമോ എന്ന് മാത്രമേ നമുക്കിനി അറിയാനുള്ളൂ. അല്ല, അവിടെയാണ് വിഷയം. അതായത് എല്ലാ കാലത്തും ആരോപണം ഉന്നയിക്കുന്നത് എന്താണ്? KC വേണുഗോപാലാണ് സംഘടനാ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി. സ്വാഭാവികമായിട്ടും KPCC ഭാരവാഹിത്വത്തിലേക്ക് ആളുകളെ പരിഗണിക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്തേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം BJP വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്ന സന്ദീപ് വാര്യർക്ക് ഒരു അക്കോമഡേഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ KPCC പുനഃസംഘടന ഏതെങ്കിലും കാരണവശാൽ വൈകുകയാണെങ്കിൽ അതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന് ഒരു സ്ഥാനം നൽകാൻ വേണ്ടിയിട്ട് AICC നേതൃത്വം ആലോചിക്കുകയും അതിനുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന് പിന്നെ KPCC ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള നീക്കം നടക്കും. ഇന്ന് നാളെ ചിലപ്പോൾ അതിനുള്ള പ്രഖ്യാപനം ഉണ്ടായേക്കും. അപ്പോൾ ഇത്തരത്തിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന ആളുകളെ തന്നെ കൊണ്ടുവരണം. പക്ഷേ ഇതിലൊക്കെയുള്ള വിഷയം KC വേണുഗോപാലിനും കൂടി യോജിക്കാൻ പറ്റുന്ന, അദ്ദേഹത്തിനും കൂടി തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള ഒരു ഭാരവാഹിത്വമായിരിക്കും ഇവിടെ വരുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് വിഷയം എന്ന് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോഴും KC വേണുഗോപാൽ അതിലെന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ താല്പര്യമോ അല്ലെങ്കിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തെ താല്പര്യമോ കാണിക്കാൻ ശ്രമിച്ചാൽ അവിടെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പം കോൺഗ്രസ് എല്ലാ കാലത്തും കീറാമുട്ടിയായി നിൽക്കുന്ന ഒരു വിഷയം എന്താണ്? ഈ പുനഃസംഘടന എന്ന് പറയുന്നത് കോൺഗ്രസ് എല്ലാ കാലത്തും ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? പുനഃസംഘടനയോടുകൂടിയാണ് ഇവിടെ വലിയ തമ്മിൽ തല്ലുണ്ടാകുന്നത്. ഇപ്പം എനിക്കെന്ത് കിട്ടി, എനിക്ക് ഇരിക്കാനുള്ള കസേര എവിടെ എന്നതിനെ കുറിച്ച് മാത്രമാണ് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കസേരയിൽ ഇരുന്നാൽ മാത്രം പോരല്ലോ, ആ കസേരയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കണം. അതുകൊണ്ട് ഇപ്പം എല്ലാ ആളുകളും ഇപ്പൊ കസേര ഒട്ടിച്ചു വെക്കാൻ പറ്റുമോ നോക്കുക, അതാരും അവിടെ ഇരിക്കില്ലല്ലോ. കേരളത്തിലെ മിക്ക രാഷ്ട്രീയ പാർട്ടികളും നേരിടുന്ന ഒരു പ്രശ്നം ഇതാണ്. കാരണം കസേരകളിൽ ഇരിക്കാൻ നേതാക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ അണികൾക്കിടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാനായിട്ട് ആളുകൾ ഉണ്ടാവില്ല. കസേര ഒരു വേദി സൃഷ്ടിച്ചാൽ ആ വേദിയുടെ മുൻനിരയിൽ ഇരിക്കാൻ വേണ്ടി ഇടിക്കുന്നവരുണ്ടാവാം, പക്ഷെ പണിയെടുക്കാനായിട്ട് ഉള്ള ആളുകളില്ല എന്നുള്ളതാണ് ശരിയായ പ്രശ്നം. അല്ല, അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഈ പാർട്ടിയെ യഥാർത്ഥത്തിൽ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ കുറച്ചും കൂടി ഊഷ്മളമായ രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനൊക്കെ പറ്റുന്ന കുറച്ചുകൂടി സ്വീകാര്യതയുള്ള, ജനങ്ങൾക്കിടയിൽ കുറച്ചും കൂടി ഇദ്ദേഹം കൊള്ളാം എന്ന് പറയുന്ന ഒരവസ്ഥയിലുള്ള ഒരു നേതാവിനെ അവതരിപ്പിക്കുകയും അദ്ദേഹത്തിലൂടെ വേണം ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള കാര്യം ഇവർക്കാണ്. ഇപ്പോൾ ദീപാദാന മുഷ്ണിക്കാണ് ഇവിടുത്തെ ചുമതല, കേരളത്തിലെ ചുമതലയുള്ളത്. അവരും KPCC ഭാരവാഹികളും അതുപോലെ തന്നെ ഈ KC വേണുഗോപാലൊക്കെ ചേർന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ പുതിയ പ്രസിഡന്റിനെ തീരുമാനിക്കാം. പക്ഷേ ഈ തീരുമാനിക്കുന്ന സമയത്ത് കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയല്ല ഉണ്ടാവേണ്ടത്. കോൺഗ്രസിൽ ഒരു തരത്തിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകാതെ കോൺഗ്രസിൽ കുറച്ചും കൂടി ഐക്യം ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ഒരു പുതിയ പ്രസിഡന്റിനെ വേണം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ KPCC പ്രസിഡന്റ് വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ദുരന്തം CPM ഏറ്റവും മോശാവസ്ഥയിലാണെന്നും അല്ലെങ്കിൽ LDF ഏറ്റവും മോശാവസ്ഥയിലാണെന്നും പറയുമ്പോഴും അവർ വീണ്ടും അധികാരത്തിലേക്ക് വരാൻ, മൂന്നാം ഘട്ടവും അധികാരത്തിൽ വരാനുള്ള ഒരു സാഹചര്യമല്ല ഒരുക്കേണ്ടതെന്നും കൂടി അഭ്യർത്ഥിക്കേണ്ട അവരെടുത്ത്. ഏതെങ്കിലും കോൺഗ്രസിലെ പുനഃസംഘടനയ്ക്ക് വേണ്ടി UDF മുഴുവൻ കാത്തിരിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചുറുചുറുക്കുള്ള കരുത്തരായിട്ടുള്ള നേതാക്കന്മാർ KPCC പ്രസിഡന്റായും അതോടൊപ്പം തന്നെ KPCC ഭാരവാഹികളായിട്ടും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.